ശാസ്ത്രത്തിന് വ്യക്തമായൊരു ഉത്തരം ഇപ്പോൾ നൽകാൻ സാധിക്കാത്ത മനുഷ്യരാശിയുടെ വലിയൊരു ചോദ്യമാണ് മറ്റ് ഗ്രഹങ്ങളിലേക്കുള്ള മനുഷ്യന്റെ കുടിയേറ്റങ്ങളുടെ സാധ്യത എന്നത്. ഭാവിയിൽ ഭൂമി വാസയോഗ്യമല്ലായി തീർന്നാൽ അല്ലെങ്കിൽ ജനസംഖ്യ വർദ്ധിക്കുകയാണെങ്കിൽ മനുഷ്യന് മറ്റ് ഗ്രഹങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടതുണ്ട്. അപ്പോൾ ഭൂമിയുടേതുപോലുള്ള ജീവൻ നിലനിർത്താനുള്ള സാഹചര്യം അവിടെ ഇല്ലാത്തൊരു ഗ്രഹമാണ് എങ്കിൽ അവിടെ അങ്ങനെയൊരു സാഹചര്യം സൃഷ്ടിക്കേണ്ടതുണ്ട്. കൂടാതെ മനുഷ്യന് ദീർഘനാൾ ബഹിരാകാശത്തു കൂടി സഞ്ചരിക്കേണ്ടതായും വരും. ഇങ്ങനെ ഗ്രാവിറ്റിയുടെ അഭാവത്തിൽ ദീർഘനാൾ കഴിയേണ്ടി വന്നാൽ പല ശാരീരിക ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടുകയും ശരീരത്തിലെ പല പ്രവർത്തനങ്ങളും നിലയ്ക്കുകയും അതുമൂലം മരണം വരെയും സംഭവിക്കും. ഇത് മറ്റ് ഗ്രഹങ്ങളിലേക്കുള്ള യാത്രയ്ക്ക് ഒരു തടസ്സമാണ്. അപ്പോൾ ഇത് പരിഹരിക്കണമെങ്കിൽ ഈയൊരു വിഷയത്തിൽ ആഴത്തിൽ ഉള്ള ഒരു പഠനം ആവശ്യമാണ്. അതിനായി മനുഷ്യരെ ഗുരുത്വാകർഷണത്തിന്റെ അഭാവത്തിൽ ബഹിരാകാശത്ത് താമസിപ്പിച്ചുകൊണ്ട് മനുഷ്യൻ ദീർഘനാൾ ബഹിരാകാശത്ത് താമസിക്കുമ്പോൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അവയെ എങ്ങനെ പരിഹരിക്കാം എന്ന് പഠിക്കുന്നതിനായി മനുഷ്യരെ ബഹിരാകാശത്ത് താമസിപ്പിച്ചുകൊണ്ട് പരീക്ഷണങ്ങൾ നടത്തേണ്ടതായുണ്ട്. ഈ ഒരു ചിന്തയിൽ നിന്നും ഉടലെടുത്തതാണ് ബഹിരാകാശത്ത് ഭൂമിയെ ചുറ്റുന്ന ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത വസ്തുവായ ദി ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. ഗ്രാവിറ്റിയുടെ അഭാവത്തിൽ ഗവേഷണങ്ങൾ നടത്തേണ്ട ഒരു ഇന്റർനാഷണൽ റിസർച്ച് ലബോറട്ടറി എന്ന നിലയിലാണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ അഥവാ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സ്ഥാപിച്ചിട്ടുള്ളത്. ISS എന്ന ചുരുക്കപ്പേരിൽ വിളിക്കുന്ന ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷന് 109 മീറ്റർ നീളവും 88 മീറ്റർ വീതിയുമാണുള്ളത്. അതായത് വലിയൊരു ഫുട്ബോൾ സ്റ്റേഡിയം നിറയ്ക്കാൻ മാത്രം വലിപ്പം ഇതിനുണ്ട്. അതുകൊണ്ട് തന്നെ ടെലിസ്കോപ്പുകളുടെ സഹായമില്ലാതെ നഗ്നനേത്രങ്ങൾ കൊണ്ടുതന്നെ ഭൂമിയിൽ നിന്നും ISSനെ കാണാൻ സാധിക്കുന്നതാണ്. ചന്ദ്രനും ശുക്രനും കഴിഞ്ഞാൽ രാത്രി ആകാശത്ത് കാണാൻ സാധിക്കുന്ന ഏറ്റവും തിളക്കമുള്ള മൂന്നാമത്തെ വസ്തു അത് ISS ആണ്. ഭൂമിയിൽ നിന്നും 400 കിലോമീറ്റർ ഉയരത്തിൽ ലോ എർത്ത് ഓർബിറ്റലിൽ ആണ് ISS മണിക്കൂറിൽ 28,000 കിലോമീറ്റർ എന്ന വേഗത്തിൽ ഭൂമിയെ ഭ്രമണം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 90 മിനിറ്റ് അഥവാ 1.5 മണിക്കൂർ കൊണ്ട് തന്നെ ഒരു തവണ പൂർണ്ണമായും ഭൂമിയെ വലയം ചെയ്യാൻ ISSന് സാധിക്കും. ഇത് ഇത്രയും വേഗത്തിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിൽ താമസിക്കുന്ന ആസ്ട്രോണോട്ടുകൾക്ക് ഒരു ദിവസം 16 തവണ സൂര്യന്റെ ഉദയവും അസ്തമയവും കാണാൻ സാധിക്കും. അല്ല, ഇത്രയും വേഗത്തിൽ സഞ്ചരിച്ചാൽ ഇത്രയും വലിപ്പമുള്ള ISSന് കേടുപാടുകൾ സംഭവിക്കില്ലേ? അതിന്റെ വിടർന്നു നിൽക്കുന്ന സോളാർ പാനലുകൾ ഒടിയില്ലേ? ഇല്ല എന്നാണ് ഉത്തരം. കാരണം ബഹിരാകാശത്ത് അന്തരീക്ഷമില്ല. അന്തരീക്ഷം ഉള്ളപ്പോൾ മാത്രമാണ് വായുവിന്റെ സമ്മർദ്ദം അനുഭവപ്പെടുകയുള്ളൂ. അതുകൊണ്ട് ISSന്റെ ഉള്ളിൽ നിന്നാലും അതിൽ നിന്ന് പുറത്തു വന്നാൽ കൂടിയും ഇത് ഇത്രയും വേഗത്തിൽ സഞ്ചരിക്കുന്നുവെന്ന് നമുക്ക് ഒരിക്കലും തോന്നുകയില്ല. 1998 ISSന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഭൂമിയിൽ നിന്നും ഓരോ ഭാഗങ്ങളായി നിർമ്മിച്ച് അവ റോക്കറ്റുകളുടെയും സ്പേസ് ഷട്ടിലുകളുടെയും സഹായത്തോടെ ബഹിരാകാശത്ത് എത്തിച്ച് അവിടെ നിന്നും അവ തമ്മിൽ കൂട്ടിയോജിപ്പിച്ച് അങ്ങനെ 2011 ISS ഇന്ന് നാം കാണുന്ന രീതിയിലായി തീർന്നത്. വർഷങ്ങൾ നീണ്ട പരിശ്രമത്തിന്റെ ഫലമായാണ് സ്പേസിൽ ഈ ഭീമാകാരമായ ഘടന സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. പുതിയ പരീക്ഷണ ഉപകരണങ്ങൾ ഇപ്പോഴും ഇതിൽ കൂട്ടിച്ചേർക്കുന്നുമുണ്ട്. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ പേര് പോലെ തന്നെ ഇത് ഒരൊറ്റ രാജ്യത്തിന്റേതല്ല. ഇതിൽ 15ഓളം രാജ്യങ്ങളുടെ ഫണ്ടിംഗ് ഉണ്ട്. കൂടാതെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ നാസ, കനേഡിയൻ സ്പേസ് ഏജൻസിയായ CSA, ജാപ്പനീസ് സ്പേസ് ഏജൻസിയായ JAXA, യൂറോപ്യൻ സ്പേസ് ഏജൻസിയായ ESA, കൂടാതെ റഷ്യയുടെ സ്പേസ് ഏജൻസിയായ റോസ്കോസ്മോസ് തുടങ്ങി 5ഓളം വിവിധ സ്പേസ് ഏജൻസികൾ ചേർന്നാണ് ISS നിർമ്മിച്ചിട്ടുള്ളത്. ISSലെ താമസക്കാർ എന്നത് പ്രധാനമായും സയന്റിസ്റ്റുകളാണ്. ഇവർ ഒരേ സമയം സയന്റിസ്റ്റുകളായും എഞ്ചിനീയേഴ്സായും പ്രവർത്തിക്കേണ്ടതുണ്ട്. കാരണം ISSൽ തകരാറുകൾ സംഭവിച്ചാൽ അവ നന്നാക്കുന്നത് ഈ ആസ്ട്രോനോട്ടുകളാണ്. ISSന്റെ പുറത്ത് എന്തെങ്കിലും ചെറിയ കേടുപാടുകൾ സംഭവിച്ചാൽ അത് നേരെയാക്കാൻ റോബോട്ടിക് ആമുകളുണ്ട്. എന്നാൽ കേടുപാടുകൾ വലുതാണെങ്കിൽ ആസ്ട്രോനോട്ടുകൾ തന്നെ പുറത്തേക്ക് വന്ന് സ്പേസ് വാക്ക് നടത്തി അത് ശരിയാക്കേണ്ടതുണ്ട്. ഭൂമിയിൽ നിന്നും ഗവേഷകർ സ്പേസ് സ്റ്റേഷനിലേക്ക് പോകുന്ന സ്പേസ് ക്രാഫ്റ്റുകൾ വഴിയാണ്. ഒരേ സമയം 7 പേർക്ക് വരെയാണ് ISSൽ സാധാരണയായി താമസിക്കാൻ സാധിക്കുന്നത്. കൂടാതെ ഒരേ സമയം 6 സ്പേസ് ക്രാഫ്റ്റുകൾ വരെ ISSൽ യോജിപ്പിക്കുവാനും സാധിക്കും. ഇവിടെ ഓക്സിജനും പ്രഷറും ക്രമീകരിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ ഇതിനകത്ത് സ്പേസ് സ്യൂട്ടുകൾ ധരിക്കേണ്ട ആവശ്യമില്ല. സാധാരണയായി 6 മാസം വരെയാണ് ഒരു ആസ്ട്രോനോട്ട് ISSൽ താമസിക്കുന്നതും പരീക്ഷണങ്ങൾ നടത്തുന്നതും. അതിനുശേഷം മറ്റൊരു ആസ്ട്രോനോട്ട് വരികയും പരീക്ഷണങ്ങൾ ആരംഭിക്കുകയും ചെയ്യും. ഇത് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. സ്പേസ് അഗ്രികൾച്ചർ, ആസ്ട്രോബയോളജി, 3D പ്രിന്റിംഗ്, മീറ്ററോളജി തുടങ്ങി 100ഓളം വിവിധ ഗവേഷണങ്ങളാണ് ISSൽ നടത്തിവരുന്നത്. കൂടാതെ മനുഷ്യരെ ദീർഘനാൾ സ്പേസിൽ താമസിപ്പിച്ച് അവരിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളും ബുദ്ധിമുട്ടുകളും നിരീക്ഷിക്കുക എന്നതുകൂടി ISSൽ നടക്കുന്ന പ്രധാന പരീക്ഷണമാണ്. അതായത് ISSലെ ആസ്ട്രോനോട്ടുകൾ ഒരേ സമയം ഗവേഷകരാണ്, അതേസമയം അവർ സ്വയം ഒരു പരീക്ഷണ വസ്തു കൂടിയാണ്. ISSന്റെ പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷമുള്ള വർഷങ്ങളിൽ നിന്നും ISS നിരവധി കണ്ടെത്തലുകളും റിസർച്ച് പേപ്പറുകളും ശാസ്ത്ര പ്രസിദ്ധീകരണങ്ങളും സംഭാവന ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് ഗ്രഹങ്ങളിലേക്കുള്ള
കുടിയേറ്റം എന്ന മനുഷ്യന്റെ ലക്ഷ്യത്തിന് വെളിച്ചം കാണിക്കുന്നതിൽ വലിയൊരു മുന്നേറ്റമാണ് ഈ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ.